നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയമെന്ന് പറയുന്നത് DVRും സാധാരണ ഓർഡിനറി ഷെയർസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ രണ്ടിനെക്കുറിച്ചുമുള്ള പല പല ചോദ്യങ്ങൾ പലരും ചോദിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് പ്ലാൻ ചെയ്തത്. DVR എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് ആണ്. നമുക്കറിയുന്ന പോലെ തന്നെ നമ്മുടെ കോർപ്പറേറ്റിൻ്റെ അകത്തുള്ള എല്ലാ കമ്പനികൾക്കും, അതായത് പബ്ലിക്കായിട്ടുള്ള എല്ലാ കമ്പനികൾക്കും ഒരു AGMO അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ വിളിക്കുമ്പം നമുക്ക് ഏതെങ്കിലും ഒരു റെസൊല്യൂഷൻ ഉണ്ടെങ്കിൽ പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് DVR എന്ന് പറയുന്നത് ആ ഒരു DVR വാങ്ങിച്ചയാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം പരിമിതമാണ്. അപ്പോൾ ഇതുകൊണ്ട് സത്യം പറഞ്ഞാൽ നിക്ഷേപകർക്ക് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ അല്ലെങ്കിൽ കുഴപ്പം വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. കാരണം ഏകദേശം പബ്ലിക്കായിട്ടുള്ള നിക്ഷേപകരുടെ കൂട്ടത്തിൽ ഏകദേശം 90 മുതൽ 95% പേരും വോട്ട് ചെയ്യാനൊന്നും പോകാറൊന്നുമില്ല. എന്തെങ്കിലും റെസൊല്യൂഷൻ ഉള്ളപ്പോൾ ഒരു AGMന് പോയിട്ട് വോട്ട് ചെയ്യുന്നവരൊക്കെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ നിക്ഷേപകരെ സംബന്ധിച്ച് കാര്യമായി മാറ്റമൊന്നും വരുന്നില്ല. സാധാരണ ഷെയർസ് ആകുമ്പോൾ വോട്ടിംഗ് റൈറ്റ്സ് എല്ലാവർക്കും തുല്യമായിരിക്കും. ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പറയുന്ന പോലെ തന്നെ ഡിഫറൻഷ്യൽ സെയിം അല്ല, ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് ആണ് DVR. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ DVR ഷെയർസ് കമ്പനികൾ പുറത്തിറക്കുന്നതെന്നാണ് ചോദ്യം. നമുക്കറിയാം, ടാറ്റ മോട്ടോഴ്സിൻ്റെ DVR ആണ് ഏറ്റവും വളരെ സാർവത്രികമായിട്ടുള്ളതും എല്ലാവർക്കും അറിയാവുന്നത്. ടാറ്റ മോട്ടോഴ്സ് കൂടാതെ വേറെ DVRs ഒക്കെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഗുജറാത്ത് NRE കോക്കിനുണ്ട്, ഫ്യൂച്ചർ എൻ്റർപ്രൈസിനുണ്ട്, ജെയിൻ ഇറിഗേഷനുണ്ട്. ഇവർക്കൊക്കെ DVR പല പല കാലങ്ങളായിട്ടുണ്ട്, ഇപ്പോഴും മാർക്കറ്റിലുള്ളതാണ്. അപ്പോൾ എന്താണ് ഇവരെ ഈ DVR പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രലോഭിപ്പിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ DVR ഫ്ലോട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് ഒരു ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത് അവരുടെ കയ്യിൽ നിന്നും കൺട്രോൾ പോകില്ല. കാരണം വോട്ടിംഗ് റൈറ്റ്സ് പബ്ലിക്കിന് കൂടുതലായി നമ്മൾ ഷെയർസ് കൊടുക്കുന്നുണ്ടെങ്കിലും വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് കമ്പനിയുടെ മുകളിലുള്ള നിയന്ത്രണാവകാശങ്ങൾ എപ്പോഴും കാര്യമായി മാറ്റമില്ലാതെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. അതേസമയം ഷെയർസ് കൊടുക്കുന്നത് കൊണ്ട് ക്യാപിറ്റൽ, അതായത് മൂലധനം കൂടുതലായി ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗുണമുള്ളത് കൊണ്ടാണ് DVR പല കമ്പനികളും പുറത്തിറക്കുന്നത്. അവരുടെ കൺട്രോൾ പോകില്ല, അതേസമയം ലഭിക്കേണ്ട മൂലധനം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ ന്യായമായിട്ടുള്ള ഒരു ചോദ്യം, നമ്മൾ നിക്ഷേപകർ DVR എടുക്കണോ അതോ ഓർഡിനറി ഷെയർസ് എടുത്താൽ മതിയോ എന്നാണ്. അതിൻ്റെ ഒരു ഉത്തരം നമുക്ക് അറിയണമെങ്കിൽ അത് ഓരോരുത്തരെയും സംബന്ധിച്ച് മാറ്റപ്പെട്ടിരിക്കുന്നു, അത് എങ്ങനെ വേണോ എന്നുള്ളത്. കാരണം അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് DVR വേണോ അതോ സാധാരണ ഷെയർ മതിയോ എന്ന് തീരുമാനമെടുക്കാനാകും. അപ്പോൾ ഇതിൻ്റെ DVRൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. DVRൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് അവരുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകാതെ അവർക്ക് മൂലധനം ലഭിക്കുന്നു. നിക്ഷേപകരെ സംബന്ധിച്ചുള്ള ഗുണം എന്താണ്? അടുത്ത കാലം വരെ നിക്ഷേപകരെ സംബന്ധിച്ചുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ DVRന് സാധാരണ ഷെയറിനേക്കാളും ഒരു കുറച്ച് ഡിവിഡൻഡ് പെർസെൻറ്റേജ് കൂടുതലായി ലഭിക്കുമായിരുന്നു. അതായത് ഇപ്പോൾ ഉദാഹരണമായി ടാറ്റ മോട്ടോഴ്സിൻ്റെ ആണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിന് സാധാരണ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയറിന് ഇപ്പോൾ 10% ലാഭവിഹിതം പ്രഖ്യാപിച്ചു വന്നിരിക്കട്ടെ, ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു വന്നിരിക്കട്ടെ, മറ്റേതൊരു 12% ലഭിക്കും. അപ്പോൾ കൂടുതൽ ഡിവിഡൻഡ് ലഭിക്കുന്നു എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളൊരു ഗുണം സാധാരണ നിക്ഷേപകർക്ക് ലഭിക്കുന്നു. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2019 മറ്റോ ഇറങ്ങിയ ഒരു സെബിയുടെ സർക്കുലർ അനുസരിച്ച് DVRനും സാധാരണ ഷെയർസിനും ഒരേ ഡിവിഡൻഡേ നൽകാനാകൂ. സർക്കുലർ ശരിക്കും അങ്ങനെയല്ല പറയുന്നത്. വോട്ടിംഗ് റൈറ്റ്സും ഡിവിഡൻറ്റും DVRന് സാധാരണ ഷെയർസിനേക്കാളും കൂടുതൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അതായത് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് സാധാരണ ഷെയർസിൻ്റെ അത്രയേ ഉള്ളൂ ഡിവിഡൻറ്റ്. അപ്പോൾ ആ ഒരു ഗുണം അടുത്ത കാലങ്ങളായി ഇല്ലാണ്ടായി എന്ന് വേണം നമുക്ക് കരുതാൻ. നിക്ഷേപകനെ സംബന്ധിച്ച് മറ്റൊരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ DVR ഷെയർസ് എല്ലാം സാധാരണ ഓർഡിനറി ഷെയർസിനേക്കാളും വില കുറവായിരിക്കും സാധാരണ. അപ്പോൾ അത് ടാറ്റ മോട്ടറിൻ്റെ ആണെങ്കിലും JPD ആണെങ്കിലും ഫ്യൂച്ചറിൻ്റെ ഒക്കെ ആണെങ്കിലും DVR ഷെയർസ് വില കുറവാണ്. അപ്പോൾ ടാറ്റയുടെ തന്നെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 480-485 രൂപയോളമാണ് ഓർഡിനറി ഷെയർസ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം DVR ട്രേഡ് ചെയ്യുന്നത് ഏകദേശം 265 രൂപയോ മറ്റോ ആണ്. അതേസമയം ഡിവിഡൻഡ് പ്രഖ്യാപിക്കുമ്പോൾ ഫേസ് വാല്യൂവിൻ്റെ മുകളിലാണ് ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിവിഡൻഡ് ഈൽഡ് താരതമ്യേന DVRന് കൂടുതലായിരിക്കും. അതായത് രണ്ടിൻ്റെയും ഫേസ് വാല്യൂ 2 രൂപ തന്നെയാണ്. അപ്പോൾ 100% ലാഭവിഹിതം പ്രഖ്യാപിച്ചാൽ 485 രൂപ മുടക്കുന്ന ഓർഡിനറി ഷെയറിനും DVRനും ഒരേ ലാഭവിഹിതം തന്നെ ലഭിക്കും. അതുകൊണ്ട് ഡിവിഡൻഡ് ഈൽഡ് താരതമ്യേന കൂടുതലായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വാല്യൂഷൻ വൈസ് ഒരു അട്രാക്റ്റീവ് സ്റ്റോക്കായിട്ട് പലപ്പോഴും തോന്നപ്പെടാം. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിക്വിഡിറ്റി പലപ്പോഴും കുറവായിരിക്കും. നമുക്കറിയുന്ന പോലെ ഓർഡിനറി ഷെയർസിൻ്റെ 10 പോലും മിക്കവാറും വോള്യൂം ഉണ്ടാകാറില്ല പല DVR. അപ്പോൾ ലിക്വിഡിറ്റി കുറവായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പലപ്പോഴുള്ള അപ്പ് മൂവ്സ് ഒക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുകളിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് DVRനെ സംബന്ധിച്ച്. അഥവാ ഇന്ത്യയിൽ ഈ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് DVR സാധാരണക്കാർക്ക് അത്ര ഒരു അട്രാക്റ്റീവായിട്ട് ആകർഷകമായി തോന്നാതിരുന്നതിൻ്റെയും കാരണം. അപ്പോൾ ഇതിൻ്റെ ബോട്ടം ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അവസാനം DVR എടുക്കണോ അല്ലെങ്കിൽ സാധാരണ ഷെയർസ് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഷെയർസ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് DVR എടുത്തു കഴിഞ്ഞാൽ മോശമില്ലാത്ത ഒരു ഡിവിഡൻഡ് ഈൽഡ് ലഭിക്കും. അതേസമയം വളരെ ഷോർട്ട് ടേമിലോ സ്വിംഗ് ട്രേഡോ ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് വോളട്ടിലിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ വോളട്ടിലിറ്റി DVRനെ സംബന്ധിച്ച് താരതമ്യേന കുറവാണ്. അപ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു നിക്ഷേപകനാണ് എന്നതിനെ അനുസരിച്ചാണ് നിങ്ങൾക്ക് DVR എടുക്കണമോ അഥവാ ഓർഡിനറി ഷെയർ എടുക്കണമോ എന്നുള്ളത് തീരുമാനിക്കപ്പെടേണ്ടത്. ഒരു പരിധിവരെ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Please subscribe and click on the bell icon for more videos.